ക്രോധത്തെ അതിജീവിക്കണമെങ്കിൽ ആദ്യം അത് ആരംഭിക്കുന്നതെങ്ങനെയെന്ന് നാം മനസ്സിലാക്കണം. പരിതസ്ഥിതികൾ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ എപ്പോഴും നമുക്കനുകൂലമായിരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് നാം എല്ലാവരും. ഈ ആഗ്രഹത്തിന് എന്തെങ്കിലും വിധത്തിൽ തടസ്സം വരുമ്പോഴാണ് നമുക്ക് ക്രോധം വരുന്നത്. ഒരു കാര്യം നമ്മൾ എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കൾ, സുഹൃത്തുക്കൾ, കൂടെ ജോലി ചെയ്യുന്നവർ, അങ്ങനെ ആരുമായിക്കോട്ടെ, അവർക്കെല്ലാം സ്വന്തമായ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ആശയങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അവർക്കൊരിക്കലും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനോ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനോ കഴിയില്ല, താല്പര്യപ്പെടുകയുമില്ല. നാം അവരെക്കാൾ മുതിർന്നവർ ആയതുകൊണ്ടോ അനുഭവ പരിജ്ഞാനമുള്ളവർ ആയതുകൊണ്ടോ അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കണമെന്നില്ല എന്ന കാര്യം നമ്മൾ തുടർച്ചയായി സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ സ്വയം ബോധത്തോടെ ഇരുന്നാൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി അവർ പ്രവർത്തിക്കുമ്പോൾ ദേഷ്യം വരാതിരിക്കാനും അതിനെ അംഗീകരിക്കാനും നമുക്ക് കഴിയും. ക്രോധം പൂർണ്ണമായും നമ്മുടെ അഹങ്കാരത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നോട് അങ്ങനെ അവർ പറയാമോ അല്ലെങ്കിൽ ചെയ്യാമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഈ ഞാൻ കുറച്ചുകൂടി ബഹുമാനത്തിന് അർഹനാണ് എന്ന അഹങ്കാരത്തിൽ നിന്നുമാണ് വരുന്നത്. നമ്മുടെ ഈ ചിന്തയെ നശിപ്പിക്കാൻ നമ്മളെ അനുസരിക്കാത്ത, നമ്മളോട് തിരിച്ചു പറയുന്ന, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാതിരിക്കുന്നവരാണ് കൂടുതൽ നല്ലത്. അവർ നമ്മുടെ ഈ അഹങ്കാരത്തിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിടിച്ചുലയ്ക്കും. എന്നാൽ നമ്മുടെ ശ്രദ്ധയും ശാസനയും ഒക്കെ വേണ്ടവരോട് നമ്മൾ ക്രോധം കാണിക്കുന്നതിനെ എങ്ങനെ തടയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ബോധപൂർവം അവയെ നന്നാക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടി കോപിക്കുന്നതാണ്. നമ്മുടെ ലക്ഷ്യം അവരെ ശരിയായ പാതയിൽ നടത്തിക്കുക എന്നതാണ്. ആ ദേഷ്യം എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും. അതിൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ദേഷ്യത്തിൽ നിന്ന് പുറത്തു വരാനും ദേഷിച്ച ആളോട് തന്നെ സ്നേഹം കാണിക്കാനും നമുക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഓരോ വ്യക്തിയോടുമുള്ള നമ്മുടെ കടമ നാം തീർച്ചയായും നിറവേറ്റണം. എന്നാൽ അവർ അവരുടെ കടമ നിറവേറ്റും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്താതിരിക്കുകയും വേണം. അതായത് മറ്റുള്ളവരിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നുമുള്ള നമ്മുടെ പ്രതീക്ഷ കുറയ്ക്കുക എന്നതാണ് ക്രോധത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം.